ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് ആഗോള പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോക സമുദ്രദിനം. ഫ്രാൻസിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ സമുദ്ര സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പങ്കെടുക്കും. കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം 25 ലക്ഷം രൂപ വീതമായി ഉയർത്തി കർണാടക സർക്കാർ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം കൊക്കോ ഗോഫിന് കന്നിക്കിരീടം. വാർത്തകൾ വിശദമായി. മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ശാക്തീകരണം, മികച്ച ധനലഭ്യത, ഏകോപനം എന്നിവയിലൂടെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യ സമ്മേളനം 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകമെമ്പാടുമുള്ള തീരമേഖലകൾ, ദ്വീപ് സമൂഹങ്ങൾ എന്നിവ കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ വെല്ലുവിളികൾ നേരിടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. The theme of this conference is shaping a resilient future for coastal regions. Coastal regions and islands are at great risk due to natural disasters and climate change. The Coalition for Disaster Resilient Infrastructure is working with 25 small island developing states. Resilient homes, hospitals, schools, energy, water security, and early warning systems are being built. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇന്നലെ ന്യൂഡൽഹിയിൽ സന്ദർശിച്ചു. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ സംതൃപ്തി പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി സാങ്കേതിക സുരക്ഷാ സംരംഭത്തിന് കീഴിലുള്ള സഹകരണത്തെ സ്വാഗതം ചെയ്തു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സന്നദ്ധമാണെന്ന് UK വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ലാമി അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി തമിഴ്നാട്ടിലെ മധുരയിലെത്തി. ഇന്ന് മധുരയിൽ നടക്കുന്ന തമിഴ്നാട് BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. പാർട്ടിയുടെ സംസ്ഥാന, ജില്ലാ, മണ്ഡലതല ഭാരവാഹികളുമായി അദ്ദേഹം സംവദിക്കും. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനെക്കുറിച്ച് പാർട്ടി നേതാക്കളുമായും ഭാരവാഹികളുമായും അദ്ദേഹം ചർച്ച നടത്തും. ചരിത്ര പ്രസിദ്ധമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രവും ശ്രീ ഷാ സന്ദർശിക്കും. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന 4 സംഘത്തിന്റെ ബഹിരാകാശ യാത്ര മറ്റന്നാൾ ആരംഭിക്കും. ആക്സിയം 4 ദൌത്യം നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയോടെ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. യാത്ര പൂർത്തീകരിക്കുന്നതോടെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാകും ശുഭാൻഷു. നാസയുടെ പിന്തുണയോടെ ISROയും ബയോടെക്നോളജി വകുപ്പും സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഭക്ഷണ പോഷകാഹാര പരീക്ഷണങ്ങൾ നടത്താനാണ് ശുക്ലയുടെ പദ്ധതി. ആക്സിയം 4 ദൌത്യത്തിനായി ISRO 550 കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. മണിപ്പൂർ താഴ്വരയിലെ 5 ജില്ലകളിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ്, മൊബൈൽ ഡാറ്റ സേവനങ്ങൾ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൌബൽ, ബിഷ്ണുപൂർ, കാങ്സിംഗ് എന്നീ ജില്ലകളിലാണ് നിയന്ത്രണം. സമൂഹമാധ്യമങ്ങളിൽ വിദ്വേഷകരമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നത് തടയുന്നത് ലക്ഷ്യമിട്ടാണ് നടപടി. മെയ്തി സംഘടനാ നേതാവായ അരംബായ് തെങ്കോളിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇന്നലെ രാത്രി ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ് ജില്ലകളിലുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഉത്തരവ്. വർഷങ്ങളായി നഗരത്തിൽ അനധികൃതമായി താമസിക്കുന്ന 66 ബംഗ്ലാദേശി പൌരന്മാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സാധുവായ രേഖകളില്ലാതെ വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ താമസിച്ചിരുന്ന ഇവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരെല്ലാം നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചവരും വിസ, ഇമിഗ്രേഷൻ മാനദണ്ഡങ്ങൾ ലംഘിച്ച് താമസിച്ചവരുമായിരുന്നു. പിടികൂടിയവരെ നിയമാനുസൃത നടപടിക്രമങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ ചെലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ് മലപ്പുറത്തെത്തി. സ്ഥാനാർത്ഥികളുടെ ഓരോ ദിവസത്തെയും കണക്ക് സംബന്ധിച്ച് ഈ മാസം 10, 13, 17 തീയതികളിൽ അദ്ദേഹം പരിശോധന നടത്തും. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ നാളെ നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഈ മാസം 19-ന് വോട്ടെടുപ്പ് നടക്കും. 23-നാണ് വോട്ടെണ്ണൽ. നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിശല്യം തടയാൻ വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തു വിജയ് മരിച്ചു. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പരിക്കേറ്റ മറ്റൊരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ 5 ആൺകുട്ടികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചു. BJP MP രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകുന്ന പാർലമെന്ററി സർവകക്ഷി സംഘത്തിന്റെ ജർമ്മൻ സന്ദർശനം പൂർത്തിയായി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് വലിയ പിന്തുണയാണ് ജർമ്മനിയിൽ നിന്ന് ലഭിച്ചത്. ഒരു റിപ്പോർട്ട്. ജർമ്മൻ ഭരണ നേതൃത്വം, പാർലമെന്റ് എന്നിവയിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധികളുമായി ഇന്ത്യൻ സർവകക്ഷി സംഘം കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ സിന്ധൂർ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തടയാനുള്ള തന്ത്രങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹവുമായും സർവകക്ഷി സംഘം ആശയവിനിമയം നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹം നൽകിയ അഭൂതപൂർണമായ പിന്തുണയെ ശ്രീ രവിശങ്കർ പ്രസാദ് പ്രകീർത്തിച്ചു. ലോകത്ത് എവിടെയുണ്ടാകുന്ന ഭീകരാക്രമണത്തിന് പിന്നിലും പാകിസ്ഥാനിൽ നിന്നുള്ളതോ അവിടെ പരിശീലനം ലഭിച്ചതോ ആയ ഭീകരരുടെ സാന്നിധ്യം കാണാനാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. पाकिस्तान क्या कर रहा है? टेरर मशीन. 4 बार लड़ाई लड़े, हर बार हारे. हम कभी अटैकर नहीं थे, फिर भी वो सुधरते नहीं है. कारण क्या है कि वो जनरल्स के कंट्रोल में है, पॉलिटिकल लीडर्स के कंट्रोल में नहीं है. The generals want to remain relevant by perpetuating conflict, and the terrorists have become their instrument to execute. ജർമ്മൻ പാർലമെന്റ് പ്രതിനിധികളുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വിദേശനയം, അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്നിവ ചർച്ചയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് ലോക സമുദ്രദിനം. ഭൂമിയിലെ സമുദ്രങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടാനാണ് എല്ലാ വർഷവും ജൂൺ 8 സമുദ്രദിനമായി ആചരിക്കുന്നത്. 1992 റിയോ ഡി ജനീറോ കാലാവസ്ഥ ഉച്ചകോടിയിൽ ഉയർന്നുവന്ന ആവശ്യത്തിന് 2008 UN അനുമതി ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനം ഈ മാസം 13 വരെ ഫ്രാൻസിലെ തീരദേശ നഗരമായ നീസിൽ നടക്കും. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഉന്നതതല പ്രതിനിധി സംഘം സമ്മേളനത്തിൽ പങ്കെടുക്കും. സുസ്ഥിര സമുദ്ര ഭരണത്തെക്കുറിച്ചും ലോക സമുദ്രങ്ങളുടെ ആരോഗ്യത്തിനായുള്ള നടപടികളെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. മധ്യവർഗം രാജ്യത്തിന്റെ വികസന യാത്രയുടെ കേന്ദ്രബിന്ദുവാണെന്ന് കേന്ദ്ര സർക്കാർ. നികുതി പരിഷ്കാരങ്ങളും സാമൂഹിക സുരക്ഷയും നൈപുണ്യ വികസനവും മധ്യവർഗത്തിന്റെ ശാക്തീകരണത്തിനായുള്ള പ്രധാന സ്തംഭങ്ങളാണ്. ശരാശരി പണപ്പെരുപ്പ നിരക്ക് 5% കുറഞ്ഞതായും PM കൌശൽ വികാസ് യോജനയ്ക്ക് കീഴിൽ 1.63 കോടിയിലധികം യുവാക്കൾക്ക് വ്യാവസായിക രംഗത്ത് പരിശീലനം ലഭിച്ചതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം 25 ലക്ഷം രൂപ വീതമായി ഉയർത്താൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടു. നേരത്തെ സർക്കാർ ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ, കർണാടക BJP നേതൃത്വം എന്നിവർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. മരിച്ചവർക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫ്രാഞ്ചൈസി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകും. അതേസമയം ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് മത്സരത്തിൽ അമേരിക്കൻ ടെന്നീസ് താരം കൊക്കോ ഗൌഫിന് കിരീടം. ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം അരീന സബലങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ഗൌഫിന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് ആഗോള പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോക സമുദ്രദിനം. ഫ്രാൻസിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ സമുദ്ര സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പങ്കെടുക്കും. കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം 25 ലക്ഷം രൂപ വീതമായി ഉയർത്തി കർണാടക സർക്കാർ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം കൊക്കോ ഗൌഫിന് കന്നിക്കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.